إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 261 ആയത്ത് ദാനധർമ്മത്തിന്റെ പ്രത്യേകത വിശദീകരിക്കുന്ന ആയത്താണ്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് മസലുല്ലദീന ഒരു ഉദാഹരണം അല്ലദീന യാതൊരുവന്റെ യുൻഫിഖൂന അവർ ചെലവഴിക്കുന്നു അംവാലഹും അവന്റെ സമ്പത്ത് അവൻ ചെലവഴിക്കുന്നു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നു കമസലി ഹബ്ബത്തിൻ അതൊരു ധാന്യമണി പോലെയാണ് അവന്റെ ആ ദാനധർമ്മം അംബതത് അത് ഉൽപാദിപ്പിച്ചു അല്ലെങ്കിൽ അതുണ്ടാക്കി സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ സബഅ സനാബില 7 കതിരുകൾ അത് ഉൽപാദിപ്പിച്ചു ഫീ കുല്ലി സുംബുലത്തിൻ ഓരോ കതിരിലുമുണ്ട് മിഅത്തു ഹബ്ബ 100 ധാന്യമണികൾ. അപ്പോൾ 7 കതിരുകളിൽ 100 ധാന്യമണി വീതം 700 ധാന്യമണികളാകും. അതായത് ഇവന്റെ ഒരു ദാനധർമ്മം അത് 700 ഇരട്ടിയായി വർദ്ധിക്കുമെന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. അല്ലാഹു യുളാഇഫു ലിമൻ യശാ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. വല്ലാഹു വാസിഉൻ അലീം അല്ലാഹു വാസിഉൻ വിശാലമായവനാകുന്നു, അലീമുൻ എല്ലാം അറിയുന്നവനുമാകുന്നു. അടുത്ത അല്ലദീന യുൻഫിഖൂന അംവാലഹും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുൻഫിഖൂന അംവാലഹും അവന്റെ സമ്പത്ത് ചെലവഴിക്കുന്നവൻ ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ തുമ്മ ലാ യത്ബിഊന പിന്നെ പിന്തുടരുന്നില്ല മാ അൻഫഖു അവൻ ചെലവഴിച്ചതിന്റെ പേരിൽ അവൻ പിന്തുടരുന്നില്ല മന്നൻ ദാനധർമ്മം എടുത്തു പറയുന്ന രൂപത്തിലോ വല അതൻ അല്ലെങ്കിൽ ആ ദാനധർമ്മം സ്വീകരിച്ച ആളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലോ ഉള്ള യാതൊരു പ്രവർത്തനങ്ങളും ഇയാളിന് ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലഹും അവനുണ്ട് അജ്റുഹും ഇൻദ റബ്ബിഹിം അവന്റെ റബ്ബിങ്കൽ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം അവരുടെ മേൽ യാതൊന്നും ഭയപ്പെടാനില്ല. വലാ ഹും യഹ്സനൂൻ അവർക്ക് ദുഃഖിക്കേണ്ടിയും വരില്ല. എന്താണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ? ആത്മാർത്ഥമായ രൂപത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ദാനധർമ്മം ചെയ്യണം. ആ ദാനധർമ്മം സ്വീകരിച്ച ആളെ എന്തെങ്കിലും തരത്തിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ആ കൊടുത്തത് എടുത്തു പറയാനും പാടില്ല. അങ്ങനെ ആത്മാർത്ഥമായ ദാനധർമ്മത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇത്തരം ആയത്തുകൾ നമുക്ക് നൽകുന്ന സൂചനകൾ. ഇത്രയും ആളുകളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.